പലസ്തീന്റെയും ലെബനന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ച ഇസ്രായേൽ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരരുമായി ശക്തമായ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഭൂപടം പുറത്തെത്തിച്ചത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ അമർഷം രേഖപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു. പലസ്തീന് പുറമെ ജോർദാൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ ഇസ്രായേലിനോട് ചേർത്തുകൊണ്ടാണ് പുതിയ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് 3300 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇസ്രായേലാണ് ഭൂപടത്തിലുള്ളത് എന്നാണ് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടായത് എന്ന കാര്യം നിങ്ങൾക്കറിയുമോ എന്ന് വിദേശകാര്യമന്ത്രി ചോദിച്ചു. സ്വയം ശക്തിയുടെ പുനരുദ്ധാരണത്തിനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും വേണ്ടിയാണ് ജൂത സമൂഹം മുഴുവൻ കാത്തിരുന്നത്. 1948 മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായിരുന്ന മിഡിൽ ഈസ്റ്റ് 3 രാജാക്കന്മാർ ഇസ്രായേലിൽ 120 വർഷക്കാലം ഭരിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറെ നിർണായകമായിരുന്നു ഈ കാലഘട്ടം. സംസ്കാരം, സാമ്പത്തികം, മതം എന്നീ സമസ്ത മേഖലകളുടെയും വളർച്ച ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഖത്തർ, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ നടപടിയിൽ എതിർപ്പ് പ്രകടമാക്കി രംഗത്തെത്തിയത്. മറ്റു മേഖലകൾ കയ്യേറി ഇസ്രായേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് ജോർദാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നയങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഖത്തർ സംഭവത്തോട് പ്രതികരിച്ചത്. ഭൂമി കയ്യേറാനും അന്താരാഷ്ട്ര നിയമങ്ങൾ ബോധപൂർവം ലംഘിക്കാനുമുള്ള ശ്രമമാണ് ഇസ്രായേലിൻ്റെത് എന്ന് UAE വ്യക്തമാക്കി. ഇപ്പോ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് ആദ്യം ചെയ്തതും അനീതി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടൊരു തീവ്രവാദം. ഇതാണ് നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ഭാഗത്ത് വിട്ടുവീഴ്ച മനസ്ഥിതി ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പ് ചർച്ചകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. സഹകരിക്കാൻ തയ്യാറാകാതെ ഇവരിങ്ങനെ തിരിച്ചക്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ബന്ദികളാക്കിയ ആളുകളുടെ പട്ടിക പുറത്തുവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കാരണം ഇവര് പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പട്ടികയിലുള്ള ആളുകൾ മുഴുവനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്താണ് ഉറപ്പ്? നെതന്യാഹു ചോദിക്കുന്നതാണത്. കാരണം ഹമാസിനെ കണ്ടു വളർന്ന ഇസ്രായേലിനറിയാം ഇവരുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്തായിരിക്കുമെന്ന്. ഗാസയിലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ വിട്ടയക്കാം എന്ന് പറഞ്ഞിട്ട് 34 ബന്ദികളുടെ പട്ടിക കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഭീകര സംഘടന മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ഇവരെല്ലാവരും തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് എന്താണ് ഉറപ്പ്? ഹമാസിന് പോലും ഉറപ്പില്ല, പിന്നെയല്ലേ ഇവരിൽ എത്ര പേരെ എവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? എത്ര നാളായി, 1 വർഷത്തോളമായി ഇസ്രായേലിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നെതന്യാഹു ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ബന്ദികളിൽ എത്ര പേര് മരിച്ചു, എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, അവരെവിടെയുണ്ട്, അവരെ വിടാൻ തയ്യാറാണോ? യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാകണമല്ലോ. സാധാരണക്കാരന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കേണ്ടത് അവരുടെ അവകാശമല്ലേ? ഈ 34 പേരും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേലിനോട് ഇപ്പോൾ ഈ ലിസ്റ്റ് കൊടുത്തിട്ട് ഹമാസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റ് കണ്ടതോടുകൂടി ഇസ്രായേൽ കൂടുതൽ പ്രകോപിതരായിരിക്കുകയാണ്. 34 പേരില് ഈ നിലി ഡമാരി എന്ന ബ്രിട്ടീഷ് വനിതയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഹമാസ് വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ 10 സ്ത്രീകളും 11 പുരുഷന്മാരുമാണ് ഉള്ളത്. പുരുഷന്മാരെല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ്. ഇവരിൽ പലരും രോഗികളാണ്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ പട്ടിക കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇസ്രായേൽ നൽകിയ പട്ടികയാണെന്നാണ്. ഇത്ര ബന്ദികളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അവരെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നൽകിയ പട്ടിക ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതൊരു സൈക്കോളജിയാണ്. ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക, മറ്റ് ഒത്തുതീർപ്പിന് വേണ്ടി വന്ന രാജ്യങ്ങളെ മിസ്ഗൈഡ് ചെയ്യുക, അവരെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. ഞങ്ങളിതാ വിടാൻ പോകുന്ന ബന്ദികളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് പോലും ഇസ്രായേലിന് വഴങ്ങുന്നില്ല എന്ന് പറയണം. പക്ഷെ ഇസ്രായേലിന് മനസ്സിലായി ഞങ്ങൾ കൊടുത്ത ലിസ്റ്റാണിത്. ഇവരിൽ പലരെയും ഹമാസ് ഇടക്കാലത്തിനുള്ളിൽ കൊന്നിട്ടുണ്ട്. ആ സമയത്ത് ഹമാസ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നുമില്ല. ഇത് ഞങ്ങൾ നൽകിയ ലിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. ഹമാസ് നൽകിയ ലിസ്റ്റിലെ പേരില്ലാത്തവരുടെ വീട്ടുകാര് ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ്. കാരണം ഇപ്പോഴും ഈ ബന്ദികളുടെ ബന്ധുക്കൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ജീവനോടെ ഉണ്ടാകും. ഇത്രയും കാലം നെതന്യാഹു ഉറപ്പ് കൊടുത്തിരുന്നതും അത് തന്നെയാണ്.
നിങ്ങളുടെ ബന്ധുക്കൾക്കൊന്നും സംഭവിക്കില്ല, മടക്കിത്തരും. ഇപ്പോൾ പേരിൽ ലിസ്റ്റുള്ള ആളുകൾക്ക് സമാധാനമുണ്ട്. ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകളുടെ അവസ്ഥയോ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഹമാസ് ബന്ദികളാക്കിയ 1 വയസ്സും 5 മാസവുമുള്ള 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ 1 വയസ്സും 5 വയസ്സും അങ്ങനത്തെയും 2 കുട്ടികളുണ്ടായിരുന്നു. ഇവരൊന്നും ഈ ലിസ്റ്റിലില്ല. ഇവർ 2 പേരും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് അറിയിച്ചത്. പിന്നെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് വീട്ടുകാർ ചോദിക്കുക. കാരണം ഇവർ തന്ന ലിസ്റ്റിൽ കുഞ്ഞുങ്ങളുടെ പേരുണ്ട്, 2 പേരുടെ പേരുണ്ട്. അപ്പോൾ ഹമാസ് നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങരുത് എന്ന് ഇസ്രായേൽ ഔദ്യോഗിക വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഹമാസ് ഈ രൂപത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് സർക്കാർ കുറ്റപ്പെടുത്തി. ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ 100 പേർ ഇപ്പോഴും ബന്ദികളായി തുടരുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 2023 നവംബറിൽ കുറേ ബന്ദികളെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് വിട്ടയച്ചിരുന്നു. ബാക്കിയുള്ളവരാണിപ്പോൾ ഹമാസിന്റെ കയ്യിലുള്ളത്. ഇപ്പോ ഹമാസ് ആരോപിക്കുന്നുണ്ട് കുറേയധികം വസ്തുതകൾ. ഇത്രയും ബന്ദികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, 34 പേരെ വിട്ടുതരാമെന്ന് പറയുന്നു. മുമ്പ് കൊല്ലപ്പെട്ട ആളുകളും ഈ ലിസ്റ്റിലുണ്ട്. അപ്പോഴാണ് ഇസ്രായേൽ ഈ ലിസ്റ്റിനെയും ഇവരുടെ ഈ സന്ധി സംഭാഷണത്തെയും സംശയത്തോടു കൂടി വീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇവരെ, അതാ പറഞ്ഞത്, ശാസ്ത്രീയമായിട്ടുള്ള തീവ്രവാദം. ഗാസയിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ 815 പള്ളികളും 19 സെമിത്തേരികളും 3 ക്രിസ്ത്യൻ ദേവാലയങ്ങളും പൊളിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടാണ് രംഗത്ത് വരുന്നത്. ഗാസയിലെ മതകാര്യ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 1000-ഓളം പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം 815 പള്ളികൾ പൂർണ്ണമായും 151 ഭാഗികമായും തകർത്തത്രേ. ഇക്കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ 20 പള്ളികളും ആക്രമണത്തിനിരയായി. പള്ളികൾ എന്ന് പറഞ്ഞാൽ മസ്ജിദുകളും ക്രിസ്ത്യൻ ചർച്ചുകളും ഏതാണ് ഉദ്ദേശിക്കുന്നത് അവർ തന്നെ പറയണം. മസ്ജിദുൽ അഖ്സയിൽ 2024 256 തവണയാണ് ജൂത കുടിയേറ്റക്കാർ ആക്രമിച്ചു കയറിയത് എന്നാണ് അവർ പറയുന്നത്. ഡിസംബർ അവസാനം മാത്രം 2500 പേരാണ് മസ്ജിദ് അങ്കണത്തിൽ പ്രവേശിച്ച് ജൂത പ്രാർത്ഥനകൾ നടത്തിയത് അത്രേ. പോലീസ് മന്ത്രി ബെൻഗിർ അടക്കം 2 മന്ത്രിമാരും ഇതിനകത്ത് ഉൾപ്പെടുന്നെന്നാണ് അവർ പറയുന്നത്. 2023 ഒക്ടോബർ മുതൽ മാത്രം 45,800-ലധികം പലസ്തീനികളെയാണ് ഇസ്രായേൽ പലതരത്തിൽ കൊന്നത്. വംശഹത്യയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് ഇറക്കിയിട്ടുണ്ട്. ഗാസയിൽ വംശഹത്യയും അതിക്രമങ്ങളും നടത്തിയ 12 സൈനികർക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ഇസ്രായേലി സർക്കാരിന്റെ കണക്കുകൾ പറയുന്നു. ബ്രസീൽ, ശ്രീലങ്ക, തായ്ലാന്റ്, ബെൽജിയം, നെതർലാൻഡ്സ്, സെർബിയ, അയർലാൻഡ്, സൈപ്രസ്, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത് അത്രേ. സൈപ്രസിലെ ഇസ്രായേലി ഒളിത്താവളങ്ങളും പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൂടി ഇസ്രായേലി മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. സൈനികർ രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ നേരിടുന്ന ഭീഷണികൾ പരിശോധിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷീൻബെറ്റ് ആസ്ഥാനമായിട്ടുള്ള പ്രത്യേക സൈനിക ഡെസ്കും രൂപീകരിച്ചു. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന സംഘടന സോഷ്യൽ മീഡിയ പരിശോധിച്ച് ഇസ്രായേലി സൈനികരുടെ ക്രൂരകൃത്യങ്ങൾ കോടതി അറിയിക്കുന്നതാണെന്നും ഇസ്രായേൽ വിലയിരുത്തി. ഇതൊക്കെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ. അതായത് ഇപ്പോഴല്ല ഹമാസ് ഇതൊന്നും പറയേണ്ടിയിരുന്നത്. ബന്ദികളെ വിട്ടു നൽകാം, സത്യസന്ധമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരതിനകത്ത് തന്നെ ഊന്നി നിൽക്കുമായിരുന്നു. പക്ഷേ ഇതല്ല. ഇത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ സന്ധി സംഭാഷണങ്ങളുമായി മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. പക്ഷെ അതിനോടും സഹകരിക്കാതെ വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ അവരെ വിശ്വസിക്കരുത് എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിന്നു. നന്ദി.